ഒടുവിൽ അത് സംഭവിക്കുകയാണ്. നാറ്റോ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. റഷ്യ പോളണ്ടിനെ ആക്രമിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് ഇപ്പോൾ നാറ്റോ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ, ബെലാറസ്, യുക്രൈൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിൽ കിഴക്കൻ ഭാഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പുതിയ ആയുധങ്ങൾ വിന്യസിക്കുന്നതായി നാറ്റോ വെള്ളിയാഴ്ച അറിയിച്ചു. ഇത് റഷ്യയെ വല്ലാതെ ചൊടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, പോളണ്ട് എന്ന് പറയുന്നത് നാറ്റോയുടെ ഗേറ്റ്വേ ആണ്. യുക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അടുത്തതായി റഷ്യ ആക്രമിക്കാൻ പോകുന്നത് പോളണ്ടിനെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അതുകൊണ്ടാണ് പോളണ്ടിലേക്ക് ചെന്നത്, റഷ്യയിലേക്ക് ശേഷം അതുവഴി ട്രെയിൻ മാർഗമാണ് യുക്രൈനിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നത്. ഇപ്പോഴിതാ പോളിഷ് അതിർത്തിയിൽ നാറ്റോ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. സുരക്ഷ ശക്തമാക്കാൻ പോളിഷ് അതിർത്തി എന്ന് പറയുമ്പോൾ അത് റഷ്യയിൽ വളരെയധികം ആക്രമണങ്ങൾ പെട്ടെന്ന് ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരു അതിർത്തി കൂടെയാണ്. നാറ്റോയുടെ യൂറോപ്പിലെ സുപ്രീം കമാൻഡറായിട്ടുള്ള US ജനറൽ അലക്സ് ഗ്രീൻബാൾട്ട് ബ്രസൽസിലെ നാറ്റോ ആസ്ഥാനത്ത് വെച്ചാണ് ഈ വിവരം നൽകിയത്. ഫ്രാൻസിലെ റാഫേൽ ജെറ്റുകൾ, ഡെൻമാർക്കിലെ F-16 ജെറ്റ് യുദ്ധവിമാനങ്ങൾ, കരയിൽ നിന്നുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ നിലത്ത് വിന്യസിച്ചു. അതോടൊപ്പം പോളണ്ടിന്റെ തീരത്ത് വേലികളും വിന്യസിച്ചു. ഇതിനു പുറമെ പ്രതിരോധ മേഖലയിലെ വിടവുകൾ നികത്തുകയും ചെയ്തു. ഈ രീതിയിൽ നാറ്റോ ഗ്രൂപ്പിന്റെ മുഴുവൻ കിഴക്കൻ ഭാഗവും അവർ ശക്തിപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോളണ്ടിന്റെ പ്രതിരോധ മന്ത്രി വ്ളാഡിസ്ലാവ് കാമിസ് ഈ പ്രതിരോധ സംവിധാനത്തെ പ്രശംസിച്ചു. പോസ്റ്റ് എക്സിൽ അദ്ദേഹം എഴുതിയത്, ആവശ്യം വരുന്നിടത്തെല്ലാം സജീവമായ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ സമ്പൂർണ്ണമായി നടത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബുധനാഴ്ച നിരവധി റഷ്യൻ ഡ്രോണുകൾ പോളിഷ് അതിർത്തിയിൽ പ്രവേശിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിനാൽ നാറ്റോ അവരുടെ യുദ്ധവിമാനങ്ങൾ അയച്ചു. ഇത്തരമൊരു സംഭവം വീണ്ടും ഉണ്ടായാൽ നുഴഞ്ഞുകയറ്റ ഡ്രോണുകൾക്കെതിരെ നാറ്റോ രംഗത്തെത്തി റഷ്യയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യ ഈ സംഭവം നിഷേധിച്ചിരിക്കുകയാണ്. ഡ്രോണുകൾ പോളണ്ടിനെ ആക്രമിക്കാൻ ഞങ്ങൾ തൊടുത്തുവിട്ടതല്ല, മറിച്ച് വഴിതെറ്റി വന്നതാണെന്നാണ് റഷ്യ പറയുന്നത്. മറുവശത്ത് ഡ്രോണുകൾ പോളണ്ടിന്റെ അതിർത്തിയിൽ അബദ്ധത്തിൽ പ്രവേശിച്ചതാണെന്ന് റഷ്യയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബെലാറസും പറയുന്നുണ്ട്. അതിന് പോളണ്ടാണ് ഉത്തരവാദി. പോളണ്ട് ജാമറുകൾ ഉപയോഗിച്ച് ഡ്രോണുകളുടെ ആശയവിനിമയ സംവിധാനം തടസ്സപ്പെടുത്തി. അതിനാൽ അവ ഉദ്ദേശിച്ച വഴിതെറ്റി പോളണ്ടിന്റെ അതിർത്തിയിൽ പ്രവേശിച്ചിരിക്കണം. അങ്ങനെ ചെയ്തതിന് പിന്നിലെ റഷ്യയുടെ ഉദ്ദേശം നാറ്റോയുടെ തയ്യാറെടുപ്പുകൾ അളക്കുക എന്നതായിരിക്കാമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.